ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എന്താണ് കണ്ടന്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ സ്കൂളിലേക്ക് സയൻസ് പ്രോജക്റ്റിന് വേണ്ടി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പണ്ടെങ്ങാണ്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കുന്നത്. അത് ആക്ച്വലി അവർ പേപ്പർ റോൾ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അത് ചെയ്യാമെന്ന്. അപ്പം ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, 6 എണ്ണമാണ് നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. എൻ്റെ അടുത്ത് 8 എണ്ണം ഉണ്ടായിരുന്നു. അതിനകത്ത് 2 എണ്ണം ഭയങ്കര ചീത്തയാണ്. ഏതോ ഗ്ലൂഗണ്ണിൻ്റെ ഞാൻ എന്തോ പൊട്ടിച്ച ഗ്ലൂഗണ്ണിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ കളയാൻ മടിയായതുകൊണ്ട് പിന്നെ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുകയാണ്, ചളങ്ങിയൊക്കെ. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് സോറി, ഞാൻ കുറേ പ്രാവശ്യം അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ 6 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് നമുക്ക് ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്യാം. ഡെസ്ക് ഡെക്കോറാണ്, ഞാൻ മുന്നേ കണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് അത് ഒരു പേപ്പർ റോൾ വെച്ചാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും എന്താ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഒന്നിന് മേലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ളത് ഗ്ലൂഗൺ തന്നെയാണ്. ബട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൂഗണ്ണിൻ്റെ സ്റ്റിക്ക് തീർന്നിട്ട് വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഫ്ലെക്സ് സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതുകൊണ്ട് ഇതിൻ്റെ 3 കോർണേഴ്സിൽ നിന്നും ഈ 3 എണ്ണവും കൂടെ എടുത്ത് എങ്ങനെ ഇതുപോലെ ഒരു കാണിച്ചു തരാം. അത് അതിൻ്റെ ബേസിൽ ഉണ്ടാവും. ഓരോ കോർണറിൽ നിന്നും ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഇങ്ങനെ 3 എണ്ണമൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. ഈ 3 എണ്ണം വെച്ച് ട്രയാങ്കിൾ ഉണ്ടാക്കി അതിൻ്റെ അടിയിലും വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ കാഴ്ച ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെയുള്ള സ്റ്റെപ്പൊക്കെ ഓക്കെ. ഇങ്ങനെ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും തമ്മിൽ കൂട്ടിയിടിക്കുക. ഇപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഒട്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഒട്ടുവാണെങ്കിൽ നമുക്കതൊന്ന് പറിച്ച് മാറ്റാം. എന്നാലും ഇരുന്നോട്ടെ, കാണാൻ പറ്റുമെന്നില്ല അധികം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു നൂലെടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു പിങ്ക് ജൂട്ട് ത്രെഡാണ് എടുക്കുന്നത്. ജൂട്ടുള്ള ഒരു പേപ്പർ പോലത്തെ ഒരു ത്രെഡാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ത്രെഡ്. എന്തെങ്കിലും ഇപ്പോൾ ജൂട്ട് ത്രെഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതെടുത്തത്. ജൂട്ട് ത്രെഡ് അധികം ഇതിന് മാച്ച് ആവില്ല. നോക്കുമ്പോൾ വുഡൻ ഫീൽ തന്നെ എല്ലായിടത്തും വരും. ബട്ട് എനിക്ക് വുഡൻ ഫീൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്കിന് പ്രത്യേകിച്ച് പെയിൻ്റൊന്നും അടിച്ച് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വുഡൻ ഫീലുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഐസ്ക്രീം സ്റ്റിക്കിനെ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു ജൂട്ട് ത്രെഡ് ഇങ്ങനെ ബ്രൗൺ തന്നെ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇതായിപ്പോൾ. അപ്പം ഈ ഒരു പിങ്ക് എസ്തറ്റിക്കിനോട് ഒരു മാച്ചായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പിങ്ക് എടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല, നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ലുലുവിൽ പോയപ്പം അവിടെ എന്തോ ക്രാഫ്റ്റ് സെക്ഷനിൽ പോയപ്പോൾ എന്തോ ഒരു ഓഫർ കണ്ടിട്ട് വാങ്ങിച്ചാണ്. ഭയങ്കര കുറേ ലെങ്ത്തിൽ നമ്മുടെ ജൂട്ട് ത്രെഡ് വാങ്ങിക്കാൻ കിട്ടില്ല. അതുപോലെ തന്നെ ജസ്റ്റ് 39 റുപ്പീസിന് എന്തോ കിട്ടിയതാണ്. ഓർമ്മയില്ല, പണ്ടെങ്ങോണ്ടോ വാങ്ങിച്ചു വെച്ചതാണ്. ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഇതിന് നമുക്കിനി നമ്മുടെ പണ്ട് ത്രാസൊക്കെ ഉണ്ടാക്കി കളിക്കില്ലേ, ഇപ്പോൾ ചിരട്ടയൊക്കെ വെച്ചിട്ട് ത്രാസ് ഉണ്ടാക്കുമ്പോൾ ആ ചിരട്ട തൂക്കിയിടാനായിട്ട് ഉണ്ടാക്കുമായിരുന്നൊരു ടൈപ്പ് ഓഫ് ത്രെഡാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എനിക്ക് അച്ഛമ്മ പഠിപ്പിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ കെട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നൂലെടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അത് ഇതിനകത്തൊന്ന് അളന്ന് നോക്കണം. അളന്ന് നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിത് എടുക്കുന്നത് നമ്മുടെ ഒരു ബോട്ടിൽ തൂക്കിയിടാനായിട്ടാണ്. അതിനകത്ത് നമുക്ക് ഫ്ലവർ പോലെ എന്തെങ്കിലും വെക്കാം. അപ്പോൾ ആ ബോട്ടിലിന് ഇത് കണ്ട് പറഞ്ഞുതരാവേ. അപ്പോൾ ആ ബോട്ടിൽ തൂക്കിയിടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇത്ര ഒരു ഹൈറ്റ് മതിയാവും. അപ്പം നൂലൊക്കെ കെട്ടി വരുമ്പോഴേക്കും മൊത്തത്തിൽ ഇത്ര ഒരു ഹൈറ്റ് മതിയാവും എടുക്കേണ്ടത്. ലെങ്ത്ത് ഇത്ര എടുക്കുക. നിങ്ങൾ എന്ത് പേപ്പർ സ്റ്റിക്ക് വെച്ചാണെങ്കിൽ ഇതിനെക്കാട്ടിലും ലെങ്ത്തിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതിയുടെ രസം ഉണ്ടാവും. ഇതിപ്പോൾ ഭയങ്കര കുഞ്ഞിതായി പോയൊരു ഫീലുണ്ട്. എന്നാലും നമുക്കിത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. നമുക്ക് 2ആക്കി മടക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്യാം.
ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇത് ഇപ്പോൾ കെട്ടിട്ടുണ്ട്, സോറി. ഇതാ ഇനി ഒരെണ്ണം ഇത് സെയിം ലെങ്ത്തിൽ മടക്കി തന്നെ എടുക്കുക. ഇതാ ഇതുപോലെ നമുക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് മടക്കി വെക്കാം. ഇതാ കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. ഇതാ ഇത് നമുക്ക് വേണ്ട, ഇത്രയാണ് വേണ്ടത്. നമുക്കിത് രണ്ടാക്കി മടക്കിയിട്ട് പൊക്കത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം. രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ കെട്ടേണ്ടത്. ഇവിടെ നമുക്കൊരു നോട്ടിട്ട് കൊടുക്കാം. നല്ല ടൈറ്റിലിട്ടാണ്, ഗ്ലാസ് ബോട്ടിലൊക്കെ തൂക്കിയിടാനായതുകൊണ്ടാണ്. നമ്മൾ കെട്ടുമ്പോഴേക്കും ഇതുപോലെയാണ് ഉണ്ടാവുക. 4 ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇത് ഇവിടെയും ഒരു നോട്ടിട്ട് കൊടുക്കാം, അടിയിലും ഒരു നോട്ടിട്ട് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് കിടക്കാനാണ് അടിയിൽ ഇട്ടെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്ത് നിർത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഈ ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിന് പകരം ഹോമിയോ ഗുളികയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ബോട്ടിൽ പോലെ കിട്ടില്ലേ ചില്ലിൻ്റെ, അതാണെങ്കിലും എടുക്കാം കേട്ടോ. അതെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, കളക്ഷൻ ഓഫ് കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണാനില്ല. അതാണ് ഗൈസ്, ആവശ്യത്തിന് നോക്കി ഒന്നും തന്നെ എൻ്റെ കയ്യിൽ കിട്ടില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ തേർഡ് സ്റ്റിക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് നോക്കി ഇവിടെ കൂടെ അങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിടാം. ഇതുപോലെ ബോട്ടിലൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് ഇതിൻ്റെ ഇടയിൽ വെക്കണത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ ഫുൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ കെട്ടിയിട്ടൊക്കെ അതിനകത്ത് കയറ്റിയിട്ട് ആ ലാസ്റ്റിക്കും കൂടെ ഒട്ടിച്ചിട്ട് പൊക്കത്തൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. സെല്ലോ ടേപ്പ് നന്നായിട്ട് കാണില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ. എന്നാൽ നമുക്ക് ഈ ഒരു ത്രെഡും കൂടെ ഇങ്ങനെ ഊരി പോകാണ്ടിരിക്കാൻ ഇവിടെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തൂക്കിയിടാനുള്ള ഗ്ലാസിൻ്റെ പരിപാടികൾ എടുക്കാം. നമുക്ക് ഒരു ബൗളിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് വെക്കാം. ഞാൻ ഇത്ര നേരം ഇട്ട് വെച്ചതിൻ്റെയാണ് ആ പാടൊക്കെ അതിനകത്തുള്ളത്. പാടല്ല, ഇതിനകത്ത് ഇളകി വന്ന ആ ഒരു പെയിൻറ്റിൻ്റെ കട്ട പിടിച്ച സംഭവമാണ്. ഇപ്പം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും നല്ല തണുത്തോട്ടത്തിൽ ഇട്ട് വെച്ചാലും സെയിം തന്നെയാണ്. ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ഇളകിപ്പോരും. പിന്നെ അതിനകത്ത് ഇളകി നിൽക്കും, നമ്മൾ തന്നെ പറിച്ചെടുക്കണം. തണുത്തുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് തന്നെ ഇളകി അതിനകത്ത് തന്നെ വിട്ട് കിടക്കും. നമ്മളിങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ പോരും. ഞാൻ തണുത്തോളം എടുത്തിട്ടുള്ളത്. ആദ്യം ചൂടുവെള്ളമാണ് എടുത്തത്, അതിനകത്ത് കുറച്ച് നേരം ഇട്ടതിന് ശേഷം ഇപ്പോൾ തണുത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടൂത്ത് ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിന് ഫുൾ ക്ലിയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സ്റ്റേജ് എത്തി. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് തൊട്ടുമ്പോൾ തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് തണുത്തുള്ളത്തിൽ തന്നെ ഇടാൻ ഞാൻ പ്രിഫർ ചെയ്യണത് കൂടുതൽ. കണ്ടോ, അതിനകത്തുള്ള പെയിൻറ്റ് ഫുൾ കട്ട പിടിച്ചിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതെനിക്ക് പീൽ ഓഫ് മാസ്ക് പോലെയാണ് ഇത് ഇങ്ങനെ ഇതിനകത്ത് എടുക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്. നല്ല രസമാണ്, നല്ല ഭയങ്കര സാറ്റിസ്ഫൈങ്. സോറി, എൻ്റെ കൈ പോയി ഫോണിൽ തട്ടിയതാണൊരു മിസ്റ്റേക്ക് ഇപ്പോൾ വന്നത്. ഒരു ബ്ലർനെസ് മീൻസ് കൈ തട്ടിയപ്പോൾ ഒന്ന് അനങ്ങിയത്, കുഴപ്പമില്ല, സോറി. ഓക്കെ, ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരുന്നുണ്ട് കയ്യിലേക്ക്. ഫുൾ ക്ലിയർ ചെയ്യാം. ഫുൾ ക്ലിയർ ചെയ്ത് നല്ല വൃത്തിയിൽ ഫുൾ പീൽ ചെയ്ത് സ്റ്റിക്കറൊക്കെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അകമൊക്കെ നല്ല ക്ലിയറായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യും. ഞാനിപ്പം സിമ്പിളായിട്ട് ചെയ്യണോണ്ട് തന്നെ പെയിൻ്റൊന്നും ചെയ്യുന്നില്ല. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോഴുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പെയിൻറ്റ് ചെയ്യാൻ മടിയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ ട്രിക്ക് ഉള്ളത്. അല്ലാത്തവർക്കും ചെയ്യാൻ ഞാൻ മടിയുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുവാണ്. ഞാൻ എപ്പോഴും ആ ഒരു മെത്തേഡാണ് ചെയ്യാറ്. കാരണം എനിക്ക് പെയിൻ്റ് അടിക്കാൻ മടിയാണ്, നല്ല മടിയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് എന്ത് കളർ പെയിൻ്റാണ് നമുക്ക് വേണ്ടത്, അത് ഇത്തിരി ഒരു 2-3 ഡ്രോപ്പ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചാൽ മതി. അപ്പം നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടും. നമ്മൾ അടിച്ചു വിടുന്നതിനെക്കാട്ടിയൊക്കെ നന്നായിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടും കേട്ടോ. ഇപ്പോൾ നമുക്കിനി ഇത് ഇതിനകത്തേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന ഡെസ്ക് ഡെക്കോറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം. ഇത് ഇതിനകത്തേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇത്തിരി ടഫായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് ഒട്ടിക്കുന്നതാണ്. അമ്മ വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഒട്ടിച്ചത് തന്നെ. നമുക്ക് ഒറ്റയ്ക്ക് ഒട്ടിക്കാൻ പറ്റില്ലെന്ന് അങ്ങനെയല്ല, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
ഓക്കെ, അത് മാത്രമാണ് ഇത്തിരി ടഫായിട്ടുള്ള. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരാൾക്ക് ഒറ്റയ്ക്ക് തന്നെ ഒട്ടിക്കാം. പിന്നെ ഫ്ലെക്സ് ക്യൂക്കാണ് എടുത്തത്. അപ്പം വുഡൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്പ്രെഡായിട്ട് ഗ്ലൂ ഉണങ്ങി പോകണ്ടായിരുന്നു. അതുകൊണ്ടാണിത് എനിക്ക് ഹെൽപ്പ് വേണ്ടി വന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വൃത്തിയുടെ പോലെ നിൽക്കണതുകൊണ്ട് നമുക്ക് ഇത്തിരി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഒരുപാട് കളഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ടങ്ങ് ഒരു പോവും. അതുകൊണ്ട് ഇത്തിരി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു കൊമ്പ് പോലെ നിൽക്കുന്നത് ജസ്റ്റ് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അവിടെ ഒരു ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഞാനൊരു വൈറ്റ് പേൾ വെച്ച് കൊടുക്കാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് പേൾ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ അതുണ്ടാവില്ല. പിന്നെ ഇത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് ആൾക്ക് കിട്ടുക അത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഇപ്പം ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിന് മുത്ത് തിരഞ്ഞു പോയപ്പോഴേക്കും എനിക്ക് ഇവിടെ ഒക്കെയുള്ള മുത്ത് കിട്ടില്ല, സ്വാഭാവികമാണ്. ഓക്കെ, അപ്പോൾ അതിന് പകരം വേറൊരു ഗുണമുണ്ടായി. മുത്ത് തിരഞ്ഞു പോയപ്പോഴേക്കും ഇത്രയും കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഇനിയും ഉണ്ട് കേട്ടോ. എൻ്റെ കൈ കിട്ടിയതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് നോക്കി ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് വല്ല കുഞ്ഞു കുഞ്ഞു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള നമ്മൾ അടിപൊളിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സില്ലേ, ക്യൂട്ടായിട്ടുള്ള, അതൊക്കെ നമുക്ക് വെച്ച് കൊടുത്ത് നല്ല രസമുണ്ടാവും വിചാരിച്ചു. അപ്പോൾ ഈ മുത്ത് നമുക്ക് ഈ ഗ്ലാസ് ജാറിലേക്ക് ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫുൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. താഴെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്, നമുക്കതൊക്കെ വരും. ഇതിനകത്ത് ഒരു സിൽവർ മുത്തുണ്ട് കേട്ടോ. അതെൻ്റെ ഫേവറേറ്റ് മുത്താണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളിലൊക്കെ മുത്ത് വേണ്ട സ്ഥലത്തേക്ക് ഞാൻ അത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അത് ഇതിനകത്ത് ഇട്ടുപോയി. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ടല്ലോ എന്ന്. അതാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാൻ കേട്ടോ. ഓക്കെ, ഫുൾ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ താഴ്വശം ഇത്തിരി ബ്ലറായിട്ടുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. പൊക്കത്തേക്ക് ട്രാൻസ്പെറൻറ്റിനെക്കാട്ടി നല്ലത് ഇങ്ങനെയാണ്. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടും ഈ നൂലിൻ്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടും ഈ സ്റ്റിക്കിൻ്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടും തന്നെ നമുക്ക് അധികം പൊക്കമുള്ള ഫ്ലവേഴ്സ് ഇടാൻ പറ്റുന്നതല്ല. എന്നാലും ഇപ്പോൾ എൻ്റെ അടുത്ത് നിലവിൽ ഫ്ലവേഴ്സൊന്നും ഇല്ല. തൽക്കാലം ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെ നല്ല മുത്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ ആട്ടി കളിക്കുക ഇടയ്ക്കിടയ്ക്ക്. നല്ല രസമുള്ള ഒരു എസ്തെറ്റിക്. ഞാൻ പറഞ്ഞില്ല, വുഡൻ ടച്ചുള്ള എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വുഡൻ തന്നെ ഒരു എസ്തെറ്റിക്കിലേക്ക് പെടും. അപ്പം ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഗ്ലാസ് ജാറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാമായിരുന്നു. ഞാൻ ചെയ്യുന്നില്ല എന്തായാലും. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ഡെസ്കിൽ ചെയ്യുമ്പോൾ എസ്തെറ്റിക് ആക്കി കിട്ടും. ഒരു എസ്തെറ്റിക് ഡെസ്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു 3 എണ്ണമൊക്കെ അടുപ്പിച്ച് സെറ്റ് ഉണ്ടാക്കിയിട്ട് കോർണേഴ്സിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ പൊക്കി കാണിച്ചു തരാം. നല്ല രീതിയിൽ ഇതിങ്ങനെ ആടി കളിക്കും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. കണ്ടോ, നല്ല രസമില്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രസമാണ്, സിമ്പിളാണ്. ഈ ഒട്ടിക്കാൻ മാത്രം ഇത്തിരി ടഫായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.